നാരായണീയം ദശകം 13 7-ാമത്തെ ശ്ലോകം വായിച്ച് അർത്ഥം പറയാം. ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തതോ മായാചക്രേ വിദതഘനരോഷാന്തമനസം ഗരിഷ്ടാഭിർമുഷ്ടിപ്രഹൃതിഭിരഭിഘ്നന്തമസുരം സ്വപാദാം ഗുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. ഇതിൽ പറയുന്നത് നിന്തിരുവടിയുടെ ഭവച്ചക്രജ്യോതിഷ്കണം, ആ ഭഗവാന്റെ നിന്തിരുവടിയുടെ ആ സുദർശന ചക്രത്തിൻ്റെ ജ്യോതിഷ്കണം, ഒരു ചെറിയ കണം, ഒരു തീപ്പൊരിയുടെ അത്രയും ഉള്ള ഒരു കണിക വന്ന് വീണപ്പോൾ വിധുതേ ലവനിപാതേന വിധുതേ, ജ്യോതിഷ്കണ ലവനിപാതേന വിധുതേ, ആ ചെറിയ ഒരു തീപ്പൊരിയുടെ അത്രയുള്ളൊരു കണി വന്ന് വീണപ്പോൾ തന്നെ വിധുതേ നശിച്ചു പോയതായി കണ്ടപ്പോൾ, ആ മായ എല്ലാം നശിച്ചു പോയതായി കണ്ടപ്പോൾ ഹിരണ്യാക്ഷന് അതിയായ ദേഷ്യം വന്നു. തതോ മായാചക്രേ, അപ്പോൾ ഘനരോഷാന്ത മനസ്സം, വളരെ ദേഷ്യത്തോടുള്ള മനസ്സുകൊണ്ട് അന്ധമായി ആ ഹിരണ്യാക്ഷൻ. ദേഷ്യം വന്നു. വിദത ഘനരോഷം, മനസ്സ് അന്ധമായി. ആ സുദർശന ചക്രത്തിൻ്റെ ശക്തിയൊന്നും ആ ഹിരണ്യാക്ഷന് അറിയില്ല. ഗരിഷ്ടാഭിർ മുഷ്ടി, വളരെ ശക്തിയുള്ള മുഷ്ടി, പ്രകൃതിഭി രഭിഘ്ന അനന്തമസുരം, ആ മുഷ്ടി കൊണ്ടുള്ള ഇടി, അഭിഘനന്തമസുരം, ആ ഇടിയുടെ ആഘാതം ഏൽപ്പിച്ച ആ അസുരൻ എന്നാണ്. ആ അസുരൻ, ആഘാതം ഏൽപ്പിച്ച അസുരൻ, സ്വം പാദാം ഗുഷ്ടേന, സ്വന്തം പിൻകാലുകൊണ്ട് ഭഗവാൻ എന്നുവെച്ചാൽ വരാഹ രൂപമല്ലേ, അപ്പോൾ കാട്ടുപന്നിയുടെ രൂപത്തിൽ വന്നതുകൊണ്ട് ഈ പിൻകാൽ കൊണ്ടാണ് ഒരു ശ്രവണപദമൂലേ നിരവധീഹി, പദമൂലത്തിൽ നല്ല അടി കൊടുത്തു ഭഗവാൻ, നല്ല അടി കൊടുത്തു എന്നുവെച്ചാൽ ഇതിൽ തഥാ, അപ്പോൾ നെന്തിരുവടിയുടെ സുദർശന ചക്രത്തിൻ്റെ തീപ്പൊരിയുടെ ഒരു അംശം വന്ന് വീണപ്പോൾ വിധുതേ നശിച്ചുപോയി, കത്തിച്ചാമ്പലായപ്പോൾ അതിഭയങ്കര ദേഷ്യം കൊണ്ട് ആ അസുരൻ വളരെ ശക്തിയുള്ള മുഷ്ടി കൊണ്ട് മുഷ്ട്യാ സഖലു വിദുദംസ്ത്വാം, ആഘാതമേൽപ്പിച്ച വളരെ ശക്തിയുള്ള മുഷ്ടി കൊണ്ട് ആഘാതമേൽപ്പിച്ച അസുരനെ സ്വപാദാം ഗുഷ്ടേന, സ്വന്തം കാലിൻ്റെ പിൻഭാഗം കൊണ്ട് ചവിട്ടി ഒരു തൊഴി കൊടുത്തു. ശ്രവണമൂലത്തിൽ നല്ല അടി കിട്ടി എന്നാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തതോ മായാചക്രേ വിദതഘനരോഷാന്തമനസം ഗരിഷ്ടാഭിർമുഷ്ടിപ്രകൃതിഭിരഭിഘ്നന്തമസുരം സ്വപാദാം ഗുഷ്ടേന ശ്രവണപദമൂലേ നിരവധീ.